ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ജസ്റ്റിസ് ഹസൻ അലി അധ്യക്ഷനും സർദാർ KM പണിക്കരും പണ്ഡിറ്റ് കുൻസ്രുവും അംഗങ്ങളായിട്ടുള്ള ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. പ്രാദേശിക ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കമ്മീഷന്റെ റിപ്പോർട്ടും ഐക്യകേരളത്തിന് അനുകൂലമായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കുകയും അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ 1951 നവംബർ 1-ാം തീയതി ഐക്യകേരളം നിലവിൽ വന്നു. തിരുക്കൊച്ചിയിൽ നിന്നും തോവാള, അഗസ്തീശ്വരം, വിളവങ്കോട്, കൽക്കുളം എന്നീ താലൂക്കുകളും ചെങ്കോട്ടയുടെ ഒരു ഭാഗവും മദ്രാസിന് വിട്ടുകൊടുത്തുകൊണ്ട്, അതായത് തമിഴ്നാടിന് വിട്ടുകൊടുത്തുകൊണ്ട്, എന്നിട്ട് മദ്രാസി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും കർണാടകയുടെ കാസർഗോഡും ചേർത്ത് ഐക്യകേരളം രൂപീകരിച്ചു. ഐക്യകേരളം രൂപീകരിച്ചപ്പോൾ സംസ്ഥാനത്തിന് തലവനായിട്ട് രാജപ്രമുഖന് പകരം ഗവർണറെ നിയമിച്ചു. അതോടെ രാജഭരണത്തിനും അവസാനമായി. 1957 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. 1957 ഏപ്രിൽ 5-ന് ശ്രീ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ അധികാരമേറ്റു.